ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് മഞ്ചിഷ്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മഞ്ചിഷ്ട പൗഡർ ഇവിടുന്ന് ഒരുപാട് ബോട്ടിൽ മഞ്ചിഷ്ട പൗഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് രണ്ട് ടൈപ്പ് മഞ്ചിഷ്ട ഉണ്ട്. ഒന്ന് നമ്മൾ പുറത്തുനിന്ന് മഞ്ചിഷ്ട പൗഡർ വാങ്ങിച്ച് അത് പാക്ക് ചെയ്യണത് ഒരു ഐറ്റം ഉണ്ട്. ഇത് നമ്മളിങ്ങനെ മഞ്ചിഷ്ട വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണത് നമുക്ക് ഒരിക്കലും അത് 100% ഒറിജിനലാണോ എന്ന് പറയാൻ പറ്റില്ല. അതിലെന്തെങ്കിലുമൊക്കെ കൂട്ട് ചേർത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു തോന്നലിൽ നിന്നാണ് നമ്മളതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നലാണ് നമുക്ക് മഞ്ചിഷ്ട വാങ്ങിച്ച് ആ പൊടിപ്പിക്കുന്ന ഒരു സംഭവം ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ മഞ്ചിഷ്ട നമുക്ക് കഴുകുമ്പോൾ തന്നെ ഒരുപാട് ഇതിൽ നിന്ന് മഞ്ചിഷ്ടയുടെ ഒറിജിനൽ പൊടികൾ തന്നെ ഇതിൽ കുറേ ഉണ്ടാവും. അവർ കട്ട് ചെയ്യുമ്പോൾ കുറേ പൊടികളായിട്ട് ഇതിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകുമ്പോൾ അതൊക്കെ പോകും. അത് കളയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് ചെയ്യുമ്പോൾ നല്ല കഴുകി ഒരു 3-4 വട്ടം കഴുകിയിട്ടാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 കിലോ മഞ്ചിഷ്ടമാണുള്ളത്. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് കഴുകുന്നത്. കാരണം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പകുതിയായിട്ടാണ് കഴുകണത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒരു 2-3 ദിവസം വെയിലത്തിട്ടിട്ടാണ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഇത് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് മഴക്കാലം തുടങ്ങിയെങ്കിലും ഇത് നല്ല വെയിലുള്ള സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല 2-3 ദിവസം നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം മില്ലിൽ കൊടുത്തിട്ട് പൊടിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലൊന്നും ഇത് പൊടിയില്ല. മാത്രമല്ല നമുക്കിപ്പോൾ മിക്സിയിലിട്ട് എങ്ങനെയെങ്കിലും പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിൽ നല്ല തരി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആയുർവേദ മരുന്നുകളൊക്കെ പൊടിക്കണ മില്ലിൽ കൊടുത്തിട്ടാണ് ഇത് പൊടിപ്പിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കി ഈ മഞ്ചിഷ്ട പൊടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 5 കിലോ മഞ്ചിഷ്ട ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4.5 കിലോ മഞ്ചിഷ്ട പൗഡറൊക്കെയാണ് കിട്ടാൻ സാധ്യത. അത്യാവശ്യം നമുക്കിത് കഴുകുമ്പോൾ പോവും. പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ മഞ്ചിഷ്ട പൊടിക്കുമ്പോൾ അങ്ങനെ നന്നായി കുറവ് വരും എന്നാണ് പറഞ്ഞത്. സാധാരണ മറ്റുള്ള ഐറ്റംസ് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ ലീഫുകളുണ്ട്. ഇപ്പോൾ തുളസി, അതേപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതൊക്കെ ഉണക്കുമ്പോൾ നമ്മൾ നിഴലിൽ വെച്ചിട്ടാണ് ഉണക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉണക്കുന്ന ആ ഒരു മെഷീനിലുണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് ഉണക്കുക. ഇതിപ്പോൾ നമുക്ക് വെയിലത്തിട്ടിട്ട് തന്നെ ഉണക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം 5 കിലോക്ക് ഒരു 4.5 കിലോനോളം പൗഡറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറിജിനൽ മഞ്ചിഷ്ട പൗഡർ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആവശ്യക്കാർക്ക് അയച്ചു തരുന്നതാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് പൊടി വാങ്ങിച്ച് റീപാക്ക് ചെയ്യുന്ന അതിനേക്കാൾ കുറച്ച് കൂടുതൽ വില ഇതിനുണ്ടായിരിക്കും. അപ്പോൾ ഒറിജിനൽ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് 50 ഗ്രാമായിട്ടും 100 ഗ്രാമായിട്ടും ചിലവർക്ക് 1/2 കിലോനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ഇതുപോലെ എന്തെങ്കിലും പിന്നെ ഫേസ് പാക്കും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിൽ വൈറ്റ് കസ്തൂരി മഞ്ഞളും ഇപ്പോൾ അവൈലബിളാണ്. അതും ഇപ്പോൾ നമ്മൾ ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതും ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ഉപയോഗത്തിനും ഈ മഞ്ചിഷ്ട പൗഡർ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളിൽ കാണുന്നവർ മഞ്ചിഷ്ട പൗഡർ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.